മുഖ്യമന്ത്രി വിശദമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്തല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നു. സഭയിൽ അദ്ദേഹത്തെ ഇരുത്തിയല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി. പ്രതിപക്ഷം പരിഹാസ്യരായിരിക്കുകയാണ്, പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട സ്ഥിതിയാണ്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതാണ് ഉദ്ധരണിയാണ് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖം. പാരഗ്രാഫ് 24 പറഞ്ഞത് അത് ഉദ്ധരണിയാണ്. സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. 2023-24 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വിശദീകരണം വേണ്ടത്? നമസ്കാരം. സംസ്ഥാനത്ത് എന്ത് വികസനം കൊണ്ടുവന്നാലും അത് അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം പറയുന്നതിന് പിന്നിൽ എന്താണ്? വിവാദങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് തൊഴിലും വരുമാനവും കിട്ടുന്ന പദ്ധതികളെ മുടക്കുന്നത് പിണറായി സർക്കാരിന് ക്രെഡിറ്റ് കിട്ടുന്നതിലുള്ള ചുരുക്കാണോ? കെ-ഫോണും ഗെയിലും കൊച്ചി ഇടമൺ പവർ ഹൈവേയുമൊക്കെ എതിർത്ത പ്രതിപക്ഷത്തിന് മുന്നിൽ എല്ലാം യാഥാർത്ഥ്യമാക്കി കാട്ടി LDF സർക്കാർ മുന്നോട്ട് പോവുകയാണിപ്പോൾ. ഏറ്റവും ഒടുവിൽ എലപ്പള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി കൊടുത്തപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ബഹളം. അഴിമതി എന്ന് പറഞ്ഞു തുടങ്ങി. എന്താണ് അഴിമതി എന്ന് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നവർക്ക് ഇന്നുവരെ സ്പിരിറ്റ് നിർമ്മാണശാലയുടെ അഴിമതി ചൂണ്ടി പ്രമേയം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നാട്ടുകാർക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു പരാതിയും കണ്ടില്ല. പ്രാദേശിക നേതൃത്വത്തിന് പരാതി എന്ന് പറഞ്ഞിട്ട് അതും കാണുന്നില്ല. ജലചൂഷണമാണ് പ്രശ്നമെന്നായി ഒടുവിൽ അതും പൊളിഞ്ഞു. മഴ സംഭരണിയുണ്ടാക്കി ജലം ഉപയോഗിക്കുമെന്ന് കമ്പനി. ജനങ്ങൾക്കൊപ്പം നിന്ന് ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. ഡിസ്റ്റിലറികളും ബ്രൂവറികളും കൊടുത്തവരാണ് കോൺഗ്രസ് എന്ന് പുറത്തു വരുമ്പോൾ ഇപ്പോഴത്തെ സമരങ്ങളും വാദങ്ങളും സംശയനിഴലിൽ ആകുകയാണ്. വിവാദങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണോ? പ്രതിപക്ഷം പരിഹാസ്യരായി പിന്നോട്ടോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് മുൻ MP ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ സമ്പത്ത്, പ്രതിപക്ഷം ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന എല്ലാ വികസന പദ്ധതികളെയും എതിർത്ത് മുന്നോട്ട് പോകുന്നത് പല ഘട്ടങ്ങളിൽ കണ്ടു. പക്ഷേ അതിൽ പല പദ്ധതികളും ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ചില പദ്ധതികളൊക്കെ എതിർപ്പ് പറഞ്ഞ് വന്ന പ്രതിപക്ഷം തന്നെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുന്നുമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രത്തെക്കുറിച്ചുള്ള പ്രക്ഷോഭങ്ങളും മറ്റും പ്രഖ്യാപിച്ച പ്രതിപക്ഷത്തിന് നിയമസഭയിൽ അത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, പറഞ്ഞിടത്ത് നിൽക്കാനുമായിട്ടില്ല. പ്രതിപക്ഷം പിന്നോട്ട് പോവുകയാണോ ഈ വിഷയത്തിൽ? ഡോക്ടർ ലാലെ, ഇത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാനതിൻ്റെ മറ്റ് രാഷ്ട്രീയമായ പരിപ്രേക്ഷ്യത്തിലേക്ക് അതല്ല എങ്കിൽ ഇപ്പോൾ ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങളാരും നിയമസഭാംഗങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് നിയമസഭയിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുടെ അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ യാഥാസ്ഥവും നമ്മളവിടെ ഫിസിക്കലി പ്രസൻ്റ് ആയിരുന്ന ആളുകളല്ല ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ.
അപ്പം ഞാനതിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ പൊതുവിൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷം നോക്കുന്ന ഒരു കാര്യം ഇതായിരിക്കുമല്ലോ, പറയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഒരു ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ചില ഈ മാനസികാവസ്ഥ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. എന്താണെന്നറിയോ, ഇപ്പോൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ആൽക്കഹോളിക് ബിവറേജ് എന്ന് പറഞ്ഞാൽ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഇത് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ, അത്തരം കാര്യങ്ങൾ ഇതിൽ ഈ ഹ്യൂമൻ കൺസംഷൻ ഉള്ളത്, സർജിക്കൽ ആവശ്യത്തിനുള്ളത്, ഒപ്പം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാനായി വേണ്ടി വരുന്നത്, വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി വരുന്നത്, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റേതായിട്ടുള്ള ഈ ധനാഗമ മാർഗങ്ങൾ GST കൗൺസിൽ ഇന്ത്യയുടെ ഭരണഘടനാ ഭേദഗതി വന്നതിന് ശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഒരു പ്രശ്നം നേരിടുന്നത്, പ്രത്യേകിച്ചും കേരളം പോലുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ധനക്കമ്മീഷൻ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, അത് ഭരണഘടന അനുസരിച്ചുള്ളൊരു സ്ഥാപനമാണ്. അവർ അത്തരത്തിൽ ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതും അത് രാഷ്ട്രപതിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുള്ളതടക്കം BJPയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ് അങ്ങനെ നൽകാനായി തയ്യാറായിട്ടില്ല. 2, ഈ GST വീതം അത് കൃത്യമായി സമയബന്ധിതമായി നൽകില്ല എന്നുള്ളത്, നൽകേണ്ട സമയത്ത് ലഭിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ ധനക്കമ്മീഷൻ്റേതായിട്ടുള്ള ശുപാർശകൾ അതനുസരിച്ച് ലഭ്യമാകില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ടും തീരുന്നില്ല, ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അധികാരം, ആ കടമെടുക്കാനുള്ള അധികാരത്തിൽ പോലും കൈകടത്തുകയാണ്. എങ്ങനെ? ഈ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ ചുരുക്കം 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു ആദ്യത്തെ റൗണ്ടിൽ ഞാനങ്ങ് പറഞ്ഞോട്ടെ. അങ്കമാലി ശബരി റെയിൽപാത എന്താ വേണ്ടത്? അതിൻ്റെ പകുതി പണം എന്നുള്ളത് കേരളം ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകണമെന്നാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കടമെടുക്കുകയാണെങ്കിൽ ആ കടമെടുക്കുന്നത് കിഫ്ബി മുഖാന്തരം അത്തരം കാര്യം ചെയ്താലോ അല്ല മറ്റേതെങ്കിലും രീതിയിൽ അത്തരം ഈ കാര്യത്തിൽ നിങ്ങളുമായി ഞങ്ങളൊരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് വരുന്നുവെങ്കിൽ ആ കടത്തിനെ ഈ സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ നിങ്ങളത് ഉൾപ്പെടുത്തി അങ്ങനെ കണക്ക് എടുക്കരുത്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പരിപാടികളിൽ അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കലിൻ്റെ 25% തുക നമ്മൾ നൽകണം. കേരളത്തെക്കാൾ കൂടുതൽ ഭൂമി അത്തരത്തിൽ ഏറ്റെടുക്കുമ്പോൾ കൂടുതലായി ഭൂമിക്ക് വിലയുള്ള സംസ്ഥാനങ്ങളിലടക്കം ഇല്ലാത്തതായിട്ടുള്ളൊരു മുരട്ടിന്യായമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് നൽകേണ്ടതായിട്ടുള്ള വിഹിതം എന്നുള്ളത് അതിൽ തന്നെ 1300 കോടി രൂപ നമുക്ക് കിട്ടേണ്ടത് ഇനിയും കുടിശ്ശികയാണെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ധനക്കമ്മീഷണർ പറയുന്നതും ഇന്ത്യ ഗവൺമെൻറ് പറയുന്നതാണ്, നിങ്ങളുടെ ധനാഗമ മാർഗ്ഗങ്ങൾ കണ്ടെത്തണം, സ്വയാർജിതമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ശരി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതിൽ വ്യവസായങ്ങൾ, മറ്റു കാര്യങ്ങൾ, അതിലിപ്പോൾ ബ്രിവറിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുമ്പോൾ ഈ കാര്യത്തിൻ്റേത് അതിൽ പ്രതിപക്ഷം എടുക്കുന്നൊരു നിലപാട് വാസ്തവത്തിൽ കേരള വിരുദ്ധമാണ്. ഞാനത് LDF വിരുദ്ധമെന്നോ CPM വിരുദ്ധമെന്നോ അല്ല ഞാൻ ഈ കാര്യത്തെ കാണുന്നത്. ഏതാണ്ട് ഒരു വർഷം ഒരു 3000 മുതൽ 4000 കോടി രൂപ വരെ നികുതി വിഹിതമായി കേരളത്തിന് ലഭ്യമാകുന്ന ഒരു കാര്യം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ കേരളത്തിൽ തന്നെ ലഭ്യമാകുന്നതായിട്ടുള്ള 300 കോടി രൂപ മറ്റൊരു കാര്യം. നേരിട്ട് ഒരു 700ഓളം പേർക്ക് തൊഴിൽ കിട്ടുന്നതും ഒരു 2000-നും 3000-നും ഇടയ്ക്ക് ആളുകൾക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കുന്നതുമായ മറ്റൊരു കാര്യം. ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് എന്നുള്ളത് ഇതൊന്നും ഇവിടെ പാടില്ല എന്നുള്ള നിലയിലാണ്. കേരളത്തിൽ ഈ കർണാടകം, മഹാരാഷ്ട്ര, ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ മദ്യനിർമ്മാണ കമ്പനികൾ കേരളത്തിലെ പല കമ്പനികളുമായി ടൈപ്പ്. അങ്ങനെ ടൈപ്പ് ഉള്ളപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് വരുന്നത് മുഖ്യമന്ത്രി നൽകിയതായിട്ടുള്ള നിയമസഭയിൽ നൽകിയതായിട്ടുള്ള മറുപടി ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ആ ഒരു കാര്യത്തിൻ്റെ അദ്ദേഹത്തിന് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു അവകാശ ലംഘനമായി വന്നാൽ അതൊരു വല്ലാത്ത മോശപ്പെട്ടൊരു കാര്യമായി പോകും. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ആ പറഞ്ഞ കാര്യം. അത് 2022-23 മദ്യനയം എന്നുള്ളത് അതൊരു ഓപ്പൺ ഡോക്യുമെൻ്റാണ്. 2022-23 LDF ഗവൺമെൻറ്റിൻ്റെ മദ്യനയം, ഒരു മദ്യനയമുണ്ടല്ലോ. അതിൽ പറയുകയാണ്, ഐ മേ ബി പെർമിറ്റഡ് ടു കോട്ട്, അതിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെ കേരളത്തിൽ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപ്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിൽ അവർ ടൈപ്പ് മുഖാന്തരം നിർമ്മിക്കുന്ന ഇതുപോലെ സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന ധനനഷ്ടം, തൊഴിൽ നഷ്ടം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ബ്രിവറിക്ക് അപ്പോൾ അതിൽ UDF ഗവൺമെൻറ് കാലത്ത് 10-7 അവരാണ് നൽകിയത് എന്നുള്ളത് മറ്റു കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. UDF ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഈ ഒരു കാര്യത്തിൽ കേരളത്തിൽ ദേശീയപാത വികസനം നടക്കാൻ അനുവദിക്കില്ല. ആരാ പറഞ്ഞത്? ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത്. കേരളത്തിൽ ദേശീയപാത വികസനം എന്നത് സമഗ്രമായി മുന്നോട്ട് പോവുകയാണ്.
എല്ലാ കടമ്പകളെയും അതിജീവിച്ചു പോവുകയാണ്. വയൽക്കിളികളുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അതിനെ സംബന്ധിച്ചുള്ളതിനകത്ത്. 2, ഈ ഗെയിൽ പൈപ്പ് ലൈൻ അത് അങ്ങനെയൊന്നും അതിടാനൊന്നും കഴിയില്ല, അങ്ങനെയൊന്നും ഈ പ്രകൃതിവാദവും കൊണ്ടുവല്ലതൊന്നും അത് കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ള നിലയിലേക്ക്, വെടിവെപ്പ് നടന്നാലും അനുവദിക്കില്ല എന്നുള്ള നിലയിലേക്ക് എടുത്തൊരു നിലപാടുണ്ട്. അതിന് UDF-ലെ ചില ചങ്ങാതിമാർ കൂട്ടുപിടിച്ചത് ആരെയൊക്കെയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല, തടയാനാണ് ശ്രമിച്ചത്, തീരുന്നില്ല. ഇന്ന് കേരളം പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ പവർ കട്ടില്ലാത്ത 2 സംസ്ഥാനങ്ങളെന്ന് പറയാവുന്ന ഒന്ന് കേരളവും മറ്റൊന്ന് ജമ്മു കാശ്മീരുമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കേരളത്തിൽ ഇടമൺ കൊച്ചി പവർ ലൈൻ വലിക്കാൻ കഴിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പാർലമെൻ്ററി കമ്മിറ്റികളിൽ വന്നിട്ട് തൊഴുകൈകളോടെ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് കഴിയില്ല സാർ, കാരണം കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുക എന്ന് മാത്രമല്ല, അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയും 2 പേരും ഇന്ന് യശശരീരരാണ്. അവർ തമ്മിൽ ഇക്കാര്യത്തിലുണ്ടായിരുന്ന മറ്റ് കാര്യങ്ങൾ ഞാനത് ഇപ്പോൾ പറയുന്നത് ശരിയല്ല, അനിൽ ബോസ് അറിയും ഈ കാര്യങ്ങളെ സംബന്ധിച്ചെന്നുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അന്നത്തെ വൈദ്യുതി മന്ത്രി പറയുകയുണ്ടായി ഈ കാര്യത്തെ സംബന്ധിച്ച്, ഞങ്ങൾ MP-മാർ അന്ന് ഞാൻ ഉൾപ്പെടെ MP ആയിരിക്കുന്ന സമയത്താണ്, എനിക്കറിയാം എവിടെ നിന്നാണ് തടസ്സം എന്ന് അദ്ദേഹം അങ്ങനെ രൂക്ഷമായി പറയുന്നൊരു സ്ഥിതി ഉണ്ടായി ഒരു ചർച്ചയിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ മുട്ടാപ്പോക്ക് ന്യായം പറയുക, ഇത് നടപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ UDF പറയട്ടെ കേരളത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിൽ ഇത്തരത്തിൽ കേരളത്തിന് അർഹമായത് ലഭിക്കുന്നില്ല, ഈ വിധത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നു, നമുക്ക് കൂടുതൽ ഇത്തരത്തിൽ ആഗമ മാർഗ്ഗങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടത്, പുറത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ വരുന്നതിന് പകരം നമ്മൾ ഇത്തരം എല്ലാം നമ്മളിങ്ങനെ മൂക്ക് മുറിച്ച് ശങ്ങനെ മുടക്കികളായി നിൽക്കുക എന്നുള്ള നിലയിലേക്ക് നിൽക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതൊരു സംസ്ഥാനത്തോട് ചെയ്യുന്നതായ ഒരു നീതിയായി ഞാൻ കാണുന്നില്ല. ആ കാര്യത്തിലൊരു നീതികേട് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണോ ഇപ്പോൾ ഒരല്പം പിന്നോട്ട് പോയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രതിപക്ഷം? നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ മറുപടി അവർക്ക് ഈ കാര്യത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ അതിൽ ഏതെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷ ഉപനേതാവിനെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഏതെങ്കിലും MLA-മാരെ ഒന്നും ഞാൻ വ്യക്തിപരമായി എന്തെങ്കിലും പറയാനെന്ന് ഞാൻ ഈ കാര്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി വിശദമായാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ജലലഭ്യതയെ സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ട്. ഈ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു വർഷത്തിൽ ഏതാണ്ട് 300 സെൻറ്റിമീറ്ററിനപ്പുറം മഴ ലഭിക്കുന്നതായിട്ടുള്ള ഈ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിരവധി പഠന റിപ്പോർട്ടുകളും അതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകളും കേരളത്തിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ അടക്കമുള്ള സ്ഥിതിവിവരക്കണക്കുകളുമാണ്. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനിടയിൽ അത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് പറയാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വരുമ്പോൾ ഈ ഒരു വ്യവസായ സംരംഭം, ഇപ്പോൾ കഞ്ചിക്കോട് വ്യവസായശാലകൾ നിരവധി ഇല്ലേ, വെള്ളം എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഈ ചർച്ച നടത്തുന്ന ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം നഗരവാസിയാണ്, അനിൽ ബോസിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് 10 ലക്ഷം നിവാസികൾ തിരുവനന്തപുരത്തും തന്നെ ഉള്ളവരുണ്ട്. പുറത്തുനിന്ന് വന്നു പോകുന്നവർ മറ്റു വലിയ ലക്ഷക്കണക്കിനുണ്ട് എങ്കിലും തിരുവനന്തപുരത്തിന് കുടിവെള്ളം ഉൾപ്പെടെ എവിടെ നിന്നാണ് വരുന്നത്? ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അരുവിക്കര ഡാമിൽ നിന്ന് വരുന്നു. അരുവിക്കര ഡാമിൽ അതുകൊണ്ട് മാത്രം തീരില്ല. അപ്പോൾ എവിടെ നിന്ന് വരുന്നു? പിന്നെയും കിഴക്കോട്ട് പേപ്പാറ നിന്ന് അവിടെ ഉള്ള ഡാമിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടും ഈ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗത്തേക്ക് ഇത് പോരാതെ വരുമ്പോൾ പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? വെള്ളായണിക്കായലിൽ നിന്ന് എടുക്കുകയാണ്. വെള്ളായണിക്കായലിലും പോരാഞ്ഞിട്ട് എവിടെ നിന്ന് വരികയാണ്? നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്, തമിഴ്നാടിന് നൽകുകയാണ് നെയ്യാർ ഡാമിൽ നിന്ന്. അപ്പോൾ ജലലഭ്യത എന്നുള്ളത് ഈ ജലചൂഷണമല്ല. നമ്മുടെ ജലത്തെ അതിനെ നാം ക്രമപരമായി ഇക്കാര്യത്തിൽ അതിൻ്റെ വിനിയോഗം എന്നുള്ളത് ശാസ്ത്രീയമായും ഇക്കാര്യത്തിൽ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന നിലയിലും അത് ഉപയോഗിക്കുകയും അതിൻ്റെ റീസൈക്കിൾ അടക്കം നമ്മൾ നടത്തുകയും ചെയ്യുന്ന ആധുനികമായ സാങ്കേതിക വിദ്യയെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. റൈറ്റ്, ഞാൻ വരാം ഡോക്ടർ സമ്പത്ത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെയും ശ്രദ്ധയിൽ ഇപ്പോൾ വരുന്നുണ്ടാകാം. അത് കൂടി നിങ്ങളുടെ സമര പ്രഖ്യാപനങ്ങളെയും ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ടാകണം. എന്തായാലും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ 8-9 വർഷമായി പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ എതിർപക്ഷത്തിനുള്ള നിങ്ങളെക്കുറിച്ചുള്ള പരാതികൾ എന്നൊക്കെ പറയുന്നത് കേരള വിരുദ്ധരാണ്, നിങ്ങൾ എല്ലാ പദ്ധതികളെയും നിങ്ങൾ എതിർക്കുന്നു എന്നതൊക്കെയാണ്. അങ്ങനെ ഒരു പേര് ഇനിയും ഉണ്ടാകരുത് എന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ടാണോ ഈ നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ കാര്യത്തിൽ എന്താണിപ്പോൾ ശരിക്കും നിങ്ങളുടെ നിലപാട്? ലാല, ഈ സമ്പത്ത് നമ്മുടെ സ്നേഹിതനും
ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഒരു കടത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇത് ഒരുപാട് നേരം ഇവിടെ സംസാരിച്ചു. ഇപ്പം സ്ഥാപനം വരുന്നു, മദ്യശാല നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണല്ലോ. ആ വിഷയത്തിന്മേലാണല്ലോ ചർച്ച. പാലക്കാട്ട് തന്നെ ഒരു മുൻ അനുഭവം നമുക്കില്ലേ? പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി വന്നതുമായി ബന്ധപ്പെട്ട 1999 മുതൽ കേരളത്തിൻ്റെ മുന്നിലൊരു പാഠമുണ്ട്, അനുഭവ പാഠം അറിയാമല്ലോ. അവിടെ പ്രതിദിനം അന്ന് 5 ലക്ഷം ലിറ്റർ വെള്ളം മതിയായിരുന്നു. ആ കൊക്കക്കോള കമ്പനിക്ക് അവിടെ അത് നടത്തിക്കൊണ്ടു പോകാൻ 5 ലക്ഷം ലിറ്റർ വെള്ളം, ഭൂഗർഭ ജലം വേണമായിരുന്നു ഒരു ദിവസം. അങ്ങനൊരു സാഹചര്യത്തിൽ ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിച്ച ജലം കിട്ടാതെ വിഷമിച്ച കൃത്യമായ ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. മനസ്സിലായിക്കോണം ലാലേ. നമ്മൾ കേരള വിരുദ്ധരാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞങ്ങ് വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് സന്തോഷമോ സംതൃപ്തിയോ ഉണ്ടാകുന്നതിലൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പാഠം 1999 മുതൽ 2002 വരെ നടന്നിട്ടുള്ള വലിയ വിഷമകരമായ അനുഭവ ബോധ്യം പാലക്കാട് ഗ്രൗണ്ട് വാട്ടർ പ്രോജക്റ്റ് ആയിരുന്നു. ഗ്രൗണ്ട് വാട്ടർ ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. വെള്ളമാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ പറയും. അല്ല, ഞാൻ ഒരു കാര്യം, ഇത്രയും നേരം സമ്പത്ത് സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ലല്ലോ. പ്രാഥമികമായ അവസരത്തിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ പോയിൻ്റ് ഞാൻ കൺവേ ചെയ്യട്ടെ, കേട്ടിരിക്കുന്ന ആളുകൾ കേൾക്കട്ടെ. ബഹുമുഖമായിട്ടുള്ള സംഘടനകൾ സമരം ചെയ്തു പ്ലാച്ചിമടയിൽ, ഓർമ്മയുണ്ടല്ലോ ലാലിന്. ആ സമരം 2002 വരെ നീണ്ടു. 2004 വിജയിച്ചു. കമ്പനി അടച്ചുപൂട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ആ കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നത്? അതിലേക്ക് ഗവൺമെൻറ്റുകൾക്ക് വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ് വരേണ്ടി വന്നത്? പ്രതിദിനം 5 ലക്ഷം ലിറ്റർ ഭൂഗർഭജലം മാത്രം വേണ്ടി വന്ന ഒരു കമ്പനി ഇപ്പോൾ വരാനിരിക്കുന്നത് പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വേണ്ട കമ്പനി വരാൻ പോകുന്നത്, എലപ്പള്ളി പഞ്ചായത്തിൽ വരാൻ പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ. വരാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒരു അനുഭവ ബോധ്യമുള്ളപ്പോൾ ഒരു ഗവൺമെൻറ് അത് പഠിക്കണ്ടേ? ഗവൺമെൻറ് അത് മനസ്സിലാക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, പ്ലാച്ചിമട ആ സംഭവത്തിൻ്റെ പേരിൽ അന്നത്തെ ആ കമ്പനി വന്നു, അവിടെ സമരങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ആ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിരുന്ന മാലിന്യങ്ങൾ, അതും ആ മാലിന്യങ്ങളെ വളമാണെന്ന് ധരിപ്പിച്ച് ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം അത് പകർച്ചവ്യാധികളടക്കം വന്നു. ആ കമ്പനി പൂട്ടുമ്പോൾ 216 കോടി രൂപയാണ് പ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന ഒത്തുതീർപ്പുണ്ടായത്. കൊടുത്തോ? ഈ നിമിഷം വരെ അത് ഈടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രദേശത്തെ വരൾച്ചയിലേക്ക് തള്ളിവിട്ട് അവരുടെ സാധാരണ ജീവിതം തകർത്ത് ആ കമ്പനി പൂട്ടിക്കെട്ടിപ്പോയി ഗവൺമെൻറ്റുകളുടെ മുൻപാകെ നടത്തിയ ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട 216 കോടി രൂപ കൊടുക്കാതെ കമ്പനി മുങ്ങിയിട്ട് ആ പാവങ്ങളെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുന്നതിൽ ജാഗ്രതയായ ഒരു സമീപനം ഗവൺമെന്റിൽ നിന്നുണ്ടായാൽ നമ്മൾ പ്ലാച്ചിമടയും ഈ പറഞ്ഞ എലപ്പുള്ളിയിലെ ഈ പ്രോജക്റ്റും തമ്മിൽ എന്ത് താരതമ്യമാണ് താങ്കൾ ചെയ്യുന്നത്? അതല്ലേ പറഞ്ഞത്. ഇപ്പോൾ എഥനോള് നിർമ്മിക്കുന്നതിന് വേണ്ടി അടക്കമുള്ള ഒരു സ്ഥാപനം മദ്യശാല ഒയാസിസ് കമ്പനി കൊണ്ടുവരുന്നു. ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല. മദ്യ നയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്നിട്ടുള്ള 2021-2022 മദ്യ അഴിമതിയെ സംബന്ധിച്ച വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ ഒരു കമ്പനി, ആ കമ്പനിയെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അഴിമതിയില്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വലിയൊരു പ്രോജക്റ്റുമായി ഈ പറയുന്ന പോലെ 4000 പേർക്ക്, അല്ല ഞാൻ പറഞ്ഞു തരട്ടെ, ഈ കമ്പനിയെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലേ? എങ്ങനെ കമ്പനിയെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലേ? ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ഈ കരാറിൽ ഏർപ്പെടാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ള നടപടിക്രമങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലേ? ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു സെലക്ഷൻ പ്രോസസ് നടത്തിയതായി എനിക്കറിയില്ല. എനിക്ക് അറിയാവുന്നത് ഈ ഒയാസിസ് കമ്പനി ഒരു പ്രപ്പോസൽ ഗവൺമെന്റ് മുമ്പാകെ, താങ്കൾക്ക് അറിയില്ലെങ്കിൽ താങ്കൾ മനസ്സിലാക്കിയോ, ടെൻഡർ ഇല്ലാതെ ഒയാസിസ് കമ്പനിക്ക് ഈ ഇത് പറയുന്നത് കേൾക്കുമോ ലാലെ? ലാലെ, നമ്മൾ കലഹിക്കാനല്ലല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. നിലപാട് പറഞ്ഞു. നിങ്ങൾ 3 പേര് ഇരിപ്പുണ്ടല്ലോ ഈ ചർച്ചയിൽ, മറ്റ് 2 പേരും ഉൾപ്പെടെ 3 പേര് ഇരിപ്പുണ്ടല്ലോ. അല്ല ഇടപെടുന്നതിന് എനിക്ക് വിരോധമില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യാതെ ഒരാൾ സംസാരിക്കാൻ അവസരം കൊടുക്കൂ. ഒരാൾ സംസാരിക്കട്ടെ.
പറഞ്ഞോളൂ. കാരണം സംസാരിച്ചതിന് ശേഷം അവർക്ക് അവസരം കിട്ടുമ്പോൾ അവർ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അഡ്വക്കേറ്റ് അൽബോസ്, ഈ ഒയാസിസ് കമ്പനിയെ സർക്കാർ ഏതെങ്കിലും ഒരു ടെൻഡർ വിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് അപേക്ഷിച്ചോ സെലക്ട് ചെയ്തോ എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് ഈ രാജ്യത്ത് ഒരു പ്രപ്പോസൽ കൊടുക്കാം, സർക്കാരിന് കൊടുക്കാം. ഞാൻ ഈ സർക്കാരിന് പ്രപ്പോസൽ കൊടുക്കുന്നതിനോ ആ പ്രോജക്റ്റുമായി ഒരു കമ്പനിയെ ക്ഷണിക്കുന്നതിനോ ഉള്ള തർക്കമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് 26 ഏക്കർ ഭൂമി എന്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? മദ്യശാല പണിയാനാണോ കൊടുത്തിരിക്കുന്നത്? ആണോ? മദ്യശാല പണിയാനാണോ കൊടുത്തിരിക്കുന്നത്? അത് കോളേജ് പണിയാൻ കൊടുത്ത സ്ഥലമാണ്. അവിടെ നിങ്ങൾ മദ്യശാലയ്ക്ക് ഞാൻ ചോദിച്ചത്, സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ മലബാർ ഡിസ്റ്റിലറീസ് അവിടെ ഇല്ലേ? എന്താ അത് നിങ്ങൾ അടച്ചുപൂട്ടിയത്? എന്തിനാണ് അത് പ്രവർത്തിക്കാത്തത്? എന്തുകൊണ്ടാണ് അവിടെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ നടക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളത് ബോധ്യപ്പെടുത്തണ്ടേ? സർക്കാർ നേരിട്ട് നടത്തുന്ന, സർക്കാരിന് ഇപ്പോൾ പറഞ്ഞല്ലോ 10-700 ആളുകൾക്ക് തൊഴിൽ കിട്ടും. സർക്കാർ നടത്തിയാൽ തൊഴിൽ കിട്ടത്തില്ലേ? സർക്കാർ മലബാർ ഡിസ്റ്റിലറീസ് നടത്തിയാൽ തൊഴിൽ കിട്ടത്തില്ലേ? സർക്കാരിന് അതിൽ നിന്ന് ലാഭം കിട്ടത്തില്ലേ? അങ്ങനെയുള്ള ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയത് എന്തിനാണ്? സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അതിനകത്ത് സർക്കാരിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ നാട്ടിൽ ആർക്കും അത്തരത്തിലൊരു ബിസിനസ് ആലോചിക്കാനോ സർക്കാരിന് ഒരു പ്രപ്പോസൽ കൊടുക്കാനോ അവകാശമില്ല എന്നാണോ? അവർ മുന്നോട്ട് വന്നാൽ ആ നിക്ഷേപത്തെ വേണ്ട എന്ന് വെക്കണമെന്നാണോ? ഒരു സർക്കാരിന്റെ നയത്തെ അല്ലേ താങ്കൾ ഇപ്പോൾ ഈ രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? നിയമമുണ്ട് സാർ. നമ്മുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒറ്റ സെക്കൻഡ്. 26 വർഷമായി ഇത് കേൾക്കൂ. ഡോക്ടർ സമ്പത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ സംസാരിച്ചു. നിങ്ങൾ 3 പേരും സംസാരിച്ചോ? ഞാൻ അങ്ങ് ഇറങ്ങിയേക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈരളി ചാനലാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഞാൻ ചോദിക്കുന്നത്, തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ, സർക്കാരിന് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിൽ, വലിയ വ്യാപാര സാധ്യതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് മലബാർ ഡിസ്റ്റിലറീസ് അടച്ചുപൂട്ടി? എന്തായിരിക്കും അതിൻ്റെ കാരണം? അത് പഠിക്കണ്ടേ? ആ പ്രദേശത്ത് ആ പ്രദേശത്തുള്ള കൃഷിയിടത്തിൻ്റെ അളവറിയാമോ? 1600 ഹെക്ടർ നിലമുണ്ട് അവിടെ, നെൽപ്പാടങ്ങൾ. അവിടുത്തെ കാർഷിക വൃത്തിക്ക് വേണ്ടി ജലം ആവശ്യമുണ്ട്. ആ ജലം എങ്ങനെയാണ് ആ പ്രദേശങ്ങളിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കാര്യത്തിന്, ഈ പ്രോജക്റ്റിന് ജലം പൂർണ്ണമായി സർക്കാർ കൊടുക്കണമെന്ന് ഈ പ്രോജക്റ്റിൽ ഇല്ല. അങ്ങനെ കൊടുക്കാമെന്ന് സർക്കാർ ഏറ്റിട്ടില്ല. എൻ്റെ ലാലെ, വിവരക്കേട് ചർച്ചയെ വന്നിരുന്നുകൊണ്ട് പറയരുത്. സർക്കാരാണോ വെള്ളം കൊടുക്കുന്നത്? ഭൂഗർഭജലം ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവരുടെ പ്ലാന്റും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്ന അവരാണ്. നമ്മൾ വെറുതെ ചുമ്മാ നിങ്ങൾ രാഷ്ട്രീയം വെച്ച് ഇതിനകത്ത് ഭൂഗർഭജലത്തെക്കുറിച്ച് ഭൂഗർഭജലം എവിടെ? വെള്ളം വരുന്നതിന് അതിനുള്ള സ്രോതസ്സുകൾ അവർ ഉപയോഗിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. വല്ലയിടത്തുനിന്നും കൊണ്ടുവരുമോ? നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുമോ? തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ട് കൊടുക്കുമോ? ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് ഞാനിരിക്കുന്നത്. കുട്ടനാട്ടിലെ വെള്ളം നിങ്ങൾ പമ്പ് ചെയ്താണോ കൊടുക്കുന്നത് പാലക്കാടിന്? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെള്ളയാണിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണോ കൊടുക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഇവിടെ മഴവെള്ള സംഭരണിയുണ്ട്. മഴവെള്ള സംഭരണിയാണ് ഇവർ പറയുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്നത് മഴവെള്ള സംഭരണിയാണ്. ജനങ്ങളുടെ എന്താ മഴവെള്ള സംഭരണി? എൻ്റെ പൊന്നു സാറേ, അവിടെ അതെല്ലാം പരീക്ഷിച്ചിട്ടുണ്ടെന്നേ. പീപ്പിൾസ് സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ വെള്ളം കിട്ടാതെ ദൗർലഭ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുകയും 1000-ലധികം കുഴൽക്കിണറുകളും 525-ലധികം കിണറുകളും മേനോൻ നഗറിലടക്കം സ്ഥാപിച്ച് ജലദൗർലഭ്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ വിവിധ ഏജൻസികളുടെ നേതൃത്വം നടന്നിട്ടുണ്ടെന്ന് അവിടെ. അല്ലാതെ അവർക്ക് ആ നഷ്ടം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അത് ആ കമ്പനിയല്ലേ നോക്കേണ്ടത്. ആ കമ്പനിയുടെ ഉത്തരവാദിത്തമല്ലേ? എന്നാ നിങ്ങൾ സംസാരിച്ച് സംസാരിക്കാം. ഇല്ല, നമുക്ക് തമ്മിൽ സംസാരിച്ച് പോവാം സാർ. അതിനകത്ത് ആ കമ്പനിക്ക് അത്തരത്തിൽ ജലം കിട്ടുന്നതിന് കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ അവിടെ അവരുടെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ പിന്നെ നമുക്കെന്താണ്?
ആളുകളുടെ ബുദ്ധിമുട്ടിൻ്റെ കുത്തകപ്പാട്ടം ലാലിൻ്റെ കയ്യിലാണോ അതോ പിണറായി വിജയൻ്റെ കയ്യിലാണോ? അവിടുത്തെ ജനങ്ങളുടെ കുത്തകപ്പാട്ടം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരനുഭവം പ്ലാച്ചിമട സംഭവത്തിലൂടെ കേരളത്തിന് ബോധ്യമുള്ളപ്പോൾ അവിടെ അതിൻ്റെ ഒരു തനിയാവർത്തനം ഉണ്ടാകാതിരിക്കാൻ പ്രതിപക്ഷം നിലപാടെടുക്കും. അത് കേരള വിരുദ്ധതയല്ല, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ ജീവിതാവസ്ഥയെ പരിപാലിക്കുന്നതിന് വേണ്ടിയുമാണ് പ്രതിപക്ഷം നിലപാടെടുക്കുന്നത്. തീർച്ചയായും. പക്ഷേ ഈ കാര്യത്തിൽ ഒരു പരാതി അവിടെ നിന്ന് ഇല്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇവിടെ പരാതിയില്ല, പ്രാദേശിക നേതാക്കൾക്കും പരാതിയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. വന്നതിനേക്കാൾ അതിവേഗമായിരിക്കും തിരിഞ്ഞോടുന്നത് മുഖ്യമന്ത്രിയും കൂട്ടാളികളും. ശരി, ഇവിടെ ഒരു പരാതിയില്ല, പ്രാദേശിക നേതൃത്വത്തിനും പരാതിയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. തിരിഞ്ഞോടുമ്പോൾ ആരാണ് ആദ്യം ഓടുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്. അല്ല, അത് നമുക്ക് അന്വേഷിക്കാം. നിങ്ങൾ കൊണ്ടുവാ, കമ്പനിയെ കൊണ്ടുവാ, നടത്തി കാണിക്ക്. ഈ സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി കേരളത്തിന് മുന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന പുതിയൊരു വ്യവസായ സ്ഥാപനം നിങ്ങൾ പറയുന്നേ അതാണോ നിങ്ങളുടെ ഉദ്ദേശം? ഒരു വ്യവസായ സ്ഥാപനവും ഈ സർക്കാരിന്റെ കീഴിൽ വരരുത്, അതിനൊരു തടസ്സമായി ഈ പ്രോജക്റ്റ് ഉണ്ടാകരുത്, അതാണോ? അല്ല, ആ തടസ്സമാണോ ഒരു സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു. വിളിച്ചപ്പോൾ പണി മുടക്കിയ ജീവനക്കാർ അവരുടെ ജോലിയുടെ വേതനം, അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NGO യൂണിയൻകാർ സമരം ചെയ്തു, ജോയിന്റ് കൗൺസിലുകാരൻ സമരം ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർ കാശിന് ആക്രാന്തം കൂടിപ്പോയവരാണെന്ന് പറഞ്ഞവരാ നിങ്ങൾക്ക് അതിന് നാണോ മാനോ ഒന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നാണോ മാനോ ഒന്നുമില്ല. ജീവനക്കാർ അവന്റെ അധ്വാനത്തിന്റെ വിഹിതത്തിന് വേണ്ടി സമരം ചെയ്താൽ അവർ പണമോഹികളാണ്. അത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലാണ്, അത് അവിടെ നിങ്ങൾ തർക്കിച്ച് തീർന്നു. ഇനിയിപ്പോ ഇന്നത്തെ കാര്യത്തിലാണ് എന്റെ ചോദ്യം. ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ന്യായീകരണങ്ങളും നിങ്ങൾക്കെതിരെയുള്ള പ്രതിരോധങ്ങളും മനസ്സിലാകുന്നുണ്ടോ എന്നാണ്. ബ്രൂവറി വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബ്രൂവറിയുമായി ബന്ധപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. ബ്രൂവറി വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബ്രൂവറിയുമായി ബന്ധപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ സമ്പത്ത് പറഞ്ഞല്ലോ. അതിവിടെ പറയേണ്ടെന്ന് എന്താ നിങ്ങൾ പറയാഞ്ഞത്? അല്ല, അക്കാര്യത്തിൽ ലോജിക്കലായി പറഞ്ഞൊരു കാര്യമുണ്ട് സാർ. അതായത് ധനാഗമ മാർഗങ്ങൾ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനം എടുത്ത തീരുമാനങ്ങൾ പോലെയല്ല. ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് കാരണമുണ്ട്. അതിന് GST പോലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുമായി ബന്ധമുണ്ട്. ധനാഗമ മാർഗങ്ങൾക്കുള്ള വഴികൾ അന്വേഷിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ മദ്യനയത്തിൽ ഉൾപ്പെടെ പുതിയ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് പുതിയൊരു പ്രോജക്റ്റ് വന്നത്. ശ്രീ KJ ജേക്കബ്, അനിൽ ബോസ് പറഞ്ഞ കാര്യങ്ങളും താങ്കൾ കേട്ടു, ഡോക്ടർ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങളും താങ്കൾ ശ്രദ്ധിച്ചല്ലോ. ഇപ്പോൾ ഈ കാര്യം വലിയ ചർച്ചയാണല്ലോ. ആദ്യം ടെൻഡർ വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ടെൻഡർ എവിടെയെന്ന് അനിൽ ബോസ് ഇപ്പോഴും ഈ ചർച്ചയിൽ ചോദിക്കുന്നത് കേട്ടു. പിന്നെ അഴിമതിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ ആ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ജലചൂഷണം പറയുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് വാട്ടറും പ്ലാച്ചിമടയും ഒക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് അടി തെറ്റുന്നുണ്ടോ ശ്രീ KJ ജേക്കബ്? എനിക്ക് തോന്നുന്നത് ഞാൻ ശ്രീ അനിൽ ബോസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വസ്തുതാവിരുദ്ധമായ ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാമെന്ന് പറയരുത്. അനിൽ ബോസ് താങ്കൾ കേട്ടിരിക്കണം. ഇതിൻ്റെ അകത്ത് പ്ലാച്ചിമടയിൽ ആ സമരം നടക്കുന്ന സ്ഥലത്ത് പോയ ആളാണ് ഞാൻ. പ്ലാച്ചിമട സമരം ജലചൂഷണത്തിൻ്റെ അല്ലായിരുന്നു അടിസ്ഥാനപരമായിട്ട്. അവിടെ ഉണ്ടായിരുന്ന, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, അവിടുത്തെ മാലിന്യം വേണ്ട വിധത്തിൽ പ്രോസസ്സ് ചെയ്യാതെ ആ നാട്ടിൽ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ഇല്ലാതാക്കി എന്നുള്ളതായിരുന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ ആ പ്ലാന്റിന് തൊട്ടുപുറത്തുള്ള ഒരു കിണറിൽ, കാരണം അവിടെ വെള്ളത്തിന് ക്ഷാമമില്ല. വെള്ളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറിൽ വെള്ളം നമുക്ക് ഒരാൾ പൊക്കത്തിൽ അവിടെ വെള്ളമുണ്ട്. ആ വെള്ളം ഞാൻ കുപ്പിയിൽ ഒരു തൊട്ടിയിലെടുത്തിട്ട് വായിൽ ഒഴിച്ചപ്പോഴേ ഞാൻ തുപ്പി. ഞാനിത് എൻ്റെ അനുഭവമാണ്. അമ്മാതിരി ആ പ്രദേശത്തെ ഒറ്റ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ടാണ് അവരെ മാലിന്യ സംസ്കരണ കാര്യം ചെയ്തത്. അവിടെ തന്നെ ആ സ്ലഡ്ജ് മുഴുവൻ ഇട്ട് അത് നാട്ടിലെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മുഴുവൻ ഇറങ്ങി. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്ലഡ്ജ് കറുത്ത നിറത്തിലുള്ള സ്ലഡ്ജാണ്. അവർ വളമാണ് എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് വിറ്റു.
കൊടുക്കുക പോലും അല്ല ഇത്. അത് വിറ്റ് അവർ 1 കിലോയ്ക്ക് 2 രൂപ വിറ്റ് വാങ്ങിയ നാട്ടുകാർക്ക് വിറ്റ തരത്തിലുള്ള ക്രിമിനൽ പണി കാണിച്ച ആളുകളാണ് അന്ന് അവിടെ കൊക്കക്കോള ഫാക്ടറി നടത്തിയത്. അതിനെ ഇപ്പോഴത്തെ ഈ പ്രോജക്റ്റുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നതിൽ ഒരു മര്യാദകേടുണ്ട്. കാരണം അവരുടെ 5 ലക്ഷം ലിറ്ററും ഭൂഗർഭജലം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചു മാത്രമല്ല, അവർ ബാക്കിയുള്ള മനുഷ്യരുടെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സും മുട്ടിക്കുകയും ചെയ്തു. ഇവിടെ ഈ കമ്പനിക്ക് കൊടുത്ത ഉത്തരവിൽ പറയുന്നതായി ഞാൻ മനസ്സിലാക്കിയത് ഭൂഗർഭജലം അവർ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്ലാച്ചിമടയുമായി ബന്ധപ്പെട്ട ആ താരതമ്യം പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പറഞ്ഞു ഒരു കരാർ ഉണ്ടാക്കിയില്ലോ എന്ന്. അങ്ങനെയല്ലല്ലോ ഈ പ്രോസസ്സ്. വസ്തുതകൾ അല്ലേ നമ്മൾ പറയേണ്ടത്. അങ്ങനെ ഒരു കരാറുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. സർക്കാർ ഒരു കരാറും വെച്ചിട്ടില്ല. ഈ കേരളത്തിൽ ആദ്യമായിട്ടൊരു ഇൻവെസ്റ്റർ മീറ്റ് നടത്തി 2021 UDF സർക്കാരാണ് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്ന് പറഞ്ഞു. ഇത്തരം ഇൻവെസ്റ്റർ മീറ്റുകളിൽ ആദ്യം വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളവും വൈദ്യുതിയും റോഡും നമ്മൾ കൊടുക്കാം എന്ന് നിങ്ങൾ എടുത്തു വെച്ച് നോക്കൂ. പഴയ ജിമ്മിൻ്റെ ബ്രോഷറുകൾ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ആദ്യം കൊടുക്കാമെന്ന് പറയുന്ന സാധനങ്ങളാണ് സ്ഥലം. ചിലപ്പോൾ സർക്കാർ കൊടുക്കും, ചിലപ്പോൾ അവർ തന്നെ കണ്ടെത്തേണ്ടി വരും. പക്ഷേ സ്ഥലം കണ്ടെത്തിയാൽ തന്നെ അങ്ങോട്ടുള്ള റോഡ് ആക്സസ് കൊടുക്കും, വൈദ്യുതി എത്തിച്ചു കൊടുക്കും, വെള്ളം കൊടുക്കും എന്നുള്ളത് പ്രൈമറി കണ്ടീഷനാണ്. അതുണ്ടെങ്കിലേ വ്യവസായികൾ വരൂ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് അപ്പോഴും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. വെള്ളം കൊടുക്കരുത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു യൂണിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം തരില്ല എന്ന് നമ്മൾ വെള്ളത്തിൽ ലഭ്യതയുണ്ടോ എന്നുള്ള പ്രശ്നം നമ്മൾ രണ്ടാമത് അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്ലാച്ചിമട കേസിലെ ഭൂഗർഭജലം ഉപയോഗിക്കുന്നു എന്നുള്ള പ്ലാച്ചിമടയുമായിട്ടുള്ള താരതമ്യം ശരിയല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു അതിനകത്ത് വരുന്നത് ഈ മാലിന്യ സംസ്കരണമാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ 25 വർഷത്തിന് ശേഷം നമ്മൾ അവിടെ അല്ല നിൽക്കുന്നത്. ആ കാര്യത്തിൽ കുറ്റകരമായ ഒരു നടപടി ഈ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ നിർബന്ധമായും നടപടി വേണ്ടി വരും. പക്ഷേ നമ്മുടെ നാട് 10-25 വർഷത്തിൽ മാറി മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് മെച്ചപ്പെട്ട ധാരണകൾ നമുക്കുണ്ട്. ഒരു ദിവസം പോലും ആ കമ്പനിക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല. കൊക്കക്കോള കമ്പനി നടത്തിയതുപോലെയുള്ള മാലിന്യ സംസ്കരണമാണ് അവർ നടത്തുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 3-ാമത്തെ ദിവസം ആ കമ്പനി പൂട്ടിപ്പോകാനാണ് സാധ്യത. അതുകൊണ്ട് പ്ലാച്ചിമട സമരത്തെ അല്ലെങ്കിൽ പ്ലാച്ചിമടയിലുണ്ടായ പ്രശ്നത്തെ ഇതുമായി താരതമ്യം ചെയ്യരുത് അത് ചെയ്യുന്നതിൽ യുക്തിയില്ല. നിങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം. 5 ലക്ഷം ലിറ്റർ ഭൂഗർഭജലം ഉപയോഗിക്കുന്ന ഒരു കമ്പനിയും ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ഒരു കമ്പനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ വെള്ളം എവിടുന്നാ കൊടുക്കുക? അവർ പറയുന്നതനുസരിച്ച് അവർ മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളമെടുക്കും. സർക്കാർ പറയുന്നത് കുറച്ച് വെള്ളം സർക്കാർ കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു ദിവസം 4,000-ഓളം മില്യൺ ലിറ്റർ വെള്ളം ഒരു ദിവസം പിന്നെ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ തന്നെ 11 മില്യൺ ലിറ്റർ ഒരു ദിവസം വ്യവസായ സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ആവശ്യം 1 മില്യൺ ലിറ്ററാണ്. 11 മില്യൺ ലിറ്റർ ഇപ്പോൾ ഓൾറെഡി വ്യവസായ സ്ഥാപനങ്ങൾ കേരള വാട്ടർ അതോറിറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂടേണ്ടി വരും. ആ ഒന്നിൽ എത്രത്തോളം അവർക്ക് കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം സർക്കാർ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ജലലഭ്യതയുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയും സർക്കാരും തമ്മിൽ ഏർപ്പെടേണ്ട ഒരു തീരുമാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 11 നമുക്ക് ഈ പറയുന്നത് പോലെ 2000 മനുഷ്യർക്ക് തൊഴിൽ കിട്ടുന്ന സംസ്ഥാന ഖജനാവിലേക്ക് വളരെയധികം നികുതി വരുമാനം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് വരുമ്പം ആ വെള്ളം കൊടുക്കാൻ പറ്റുമോ എന്ന് തന്നെ നമ്മൾ നോക്കണ്ടേ? കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കവിടെ വെള്ളത്തിന് സ്രോതസ്സുണ്ടോ, മലമ്പുഴയിൽ നിന്ന് വെള്ളം കിട്ടുമോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള പ്രോജക്റ്റിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ പല പ്രോജക്റ്റുകളുണ്ട്. നമ്മൾ തമിഴ്നാടുമായി വെള്ളം പങ്കുവെക്കുന്ന ചില പ്രോജക്റ്റുകളുണ്ട്. അവിടെ നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു സർക്കാർ അന്വേഷിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള ഒരു കമ്പനി വന്നു കഴിയുമ്പോൾ അത് മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മിക്കവാറും പുറത്തുനിന്ന് വരുന്നതാണ്. ഇത് കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ചേരുവകൾ പുറത്തുനിന്ന് വരുന്നു, മദ്യവും പുറത്തുനിന്ന് വരുന്നു. അതിൽ ഒരു ഭാഗം കേരളത്തിൽ ഉണ്ടാക്കാം. മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ചേരുവയും മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഒരു ഘടകവും മദ്യവും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ അകത്ത് ആകെയുള്ള ഒരു പ്രശ്നമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ജലത്തിന് ലഭ്യത മാത്രമാണ്. ആ ലഭ്യതയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷിക്കണമെന്നും അവർക്കാവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തണമെന്ന് ഞാൻ പറയും. കാരണം ഈ വെള്ളം എത്തിച്ചു കൊടുക്കാമെന്ന കരാർ സർക്കാർ ഇപ്പോഴില്ല.
അത് നമ്മൾ മനസ്സിലാക്കണം. സർക്കാർ ഒരു തരത്തിലുള്ള കരാറും അവരുമായി വെച്ചിട്ടില്ല. ഞാൻ അപ്പോഴും പറയുന്നത് സർക്കാർ എല്ലാ ശ്രമവും നടത്തണമെന്നുള്ളതാണ്. അത് ആ നാട്ടിലെ മനുഷ്യർ കുടിവെള്ളം മുട്ടിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു സർക്കാരിനോട് തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അവിടെ ഇന്നാൾ തന്നെ ഒരു ദിനപത്രം ഇറക്കിയ കള്ളക്കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഈ ഇല്ലാതെ വരട്ടെ. അങ്ങനെ ഒരു പഠനം ഉണ്ട് എങ്കിൽ അവിടെ പാലക്കാട് ജില്ലയിൽ വെള്ളമില്ല ഒന്നൊരു പഠനം നിങ്ങളുടെ ആരുടെയും കയ്യിലില്ലല്ലോ. ആരും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബഹളം വെക്കുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബഹളം വെക്കുന്നത്? ടെൻഡർ ഉണ്ടെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ടെൻഡർ ഇല്ല എന്ന് പറയുന്നു, കരാറുണ്ടെന്ന് പറയുന്നു. നമ്മൾ എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണയും എനിക്ക് കിട്ടും. നമ്മൾ വെള്ളം കൊടുക്കാൻ നോക്കൂ, കേരളത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായമാണ് നമ്മുടെ കണക്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് ഹാർഡ്വെയർ. ഏറ്റവും ശുദ്ധമായ വെള്ളം വേണ്ട പ്രോജക്റ്റാണ്. ഫോർച്യൂൺ 500 കമ്പനി കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആ രംഗത്തുള്ളതാണ്. അവർക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളം വലിയ അളവിൽ വേണം. നമ്മൾ അവരോട് പൂട്ടിപ്പോകാൻ വേണ്ടി പറയുമോ? മനുഷ്യർക്ക് തൊഴിൽ കിട്ടണ്ടേ? അപ്പം നമ്മൾ വെള്ളത്തിന് ലഭ്യത കേരളത്തിൽ ശ്രീ സമ്പത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 300 mm 300 സെൻറ്റിമീറ്റർ വെള്ളം കിട്ടുന്ന മഴ പെയ്യുന്ന ഒരു നാടാണ് കേരളം. ആ കേരളത്തിൽ വെള്ളം കിട്ടാനുള്ള അവർ പറയുന്ന 5 ഏക്കർ സ്ഥലത്ത് അവർ മഴവെള്ള സംഭരണി സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയുക അടുത്ത 5 ഏക്കർ സ്ഥലത്ത് സംസ്ഥാന സർക്കാർ ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കി അവർക്ക് വെള്ളം കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മനുഷ്യർക്ക് തൊഴിൽ കിട്ടുന്ന പണിയാണ്, സംസ്ഥാന ഖജനാവിലേക്ക് പണം വരുന്ന കാര്യമാണ്. ഈ നാട്ടിൽ പെയ്തു പോകുന്ന വെള്ളത്തിൻ്റെ അകത്തു നിന്ന് അവർക്ക് വല്ല സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് ആ വെള്ളം എത്തിച്ചു കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെന്തിനാണ് അവരോട് കുസ്തി പിടിക്കാൻ വേണ്ടി പോകുന്നത്? അവരോട് വിഷവല്ലല്ലോ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത് ശത്രു രാജ്യത്തു നിന്നുള്ള ആളുകളല്ലല്ലോ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനം അതല്ലേ ഇവരുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള മനുഷ്യർക്കല്ലേ അവർ ജോലി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഖജനാവിലേക്കല്ലേ അതിൻ്റെ നികുതി വരുമാനം വരിക. അപ്പം നമ്മൾ ഇതിന് മാത്രം കുസ്തി അവരോട് പിടിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അഴിമതി എന്ന് പറയും. അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു വാക്കല്ലേ. അഴിമതി എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ചാടി ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് പിന്നെ മിണ്ടാണ്ടിരിക്കുക. വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വേണ്ട എന്നുള്ളതാണ്, വെള്ളം കൊടുക്കില്ല എന്നുള്ളതാണോ നമ്മുടെ നിലപാട്? സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്? UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി വന്നു കഴിയുമ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു, ഞങ്ങൾ വെള്ളം തരില്ല എന്ന് നിങ്ങൾ പറയുമോ? വെള്ളം വേണം, വൈദ്യുതി വേണം, റോഡ് കണക്ഷൻ വേണം. എത്രയോ സ്ഥാപനങ്ങളിലേക്ക് റോഡ് കണക്ഷൻ കൊടുക്കുന്നു. ഞാൻ കുറച്ചു മുമ്പേ നോക്കി, കർണാടക സംസ്ഥാനത്ത് 38 ഡിസ്റ്റിലറികളുണ്ട്. അതിലകത്ത് 37 എണ്ണം, 9 എണ്ണം മറ്റോ ബാംഗ്ലൂർ ജില്ലയിലുണ്ട്. ബാക്കി 37 എണ്ണം പ്രവർത്തിക്കുന്നത് കേരളത്തെക്കാൾ പാലക്കാടിനേക്കാൾ മഴവെള്ളം കുറവുള്ള സ്ഥലങ്ങളിലാണ്. ഉത്തര കന്നഡ ജില്ലയിൽ മാത്രമാണ് കേരളത്തിന് ഈക്വലായിട്ട് 300 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന ഒരേ ഒരു ജില്ല. അവിടെ ഒരെണ്ണമാണുള്ളത്. ബാക്കി 37 ഡിസ്റ്റിലറി കർണാടകത്തിൽ പ്രവർത്തിക്കുന്നത് ഈ പാലക്കാട് ജില്ലയേക്കാൾ കേരളത്തെക്കാൾ വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിലാണ്. കർണാടക ഒരു കാർഷിക സംസ്ഥാനമാണ്. എങ്ങനെയാണ് അവിടെ ഡിസ്റ്റിലറി പ്രവർത്തിക്കുക? ഇപ്പം നമ്മളിങ്ങനെ ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത കണ്ടീഷൻസ് കേരളത്തിൽ കൊണ്ടുവരികയും എന്നിട്ട് കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ്, ഇവിടെ വ്യവസായം വരില്ല, ഇവിടെ തൊഴിലില്ല എന്നു. അതെന്തൊരു വർത്തമാനമാണ്? നമ്മൾ ലെജിറ്റിമേറ്റ് സർക്കാർ അഴിമതി നടത്തിയോ? നിർബന്ധമായിട്ടും പ്രതിപക്ഷം അതിനെക്കുറിച്ച് സംസാരിക്കണം. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് നടപടിക്രമങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടായോ? നിർബന്ധമായിട്ടും പറയണം. ശ്രീ അനിൽ ബോസ് പറയാൻ വേണ്ടി വന്ന ഒരു കാര്യം, 26 വർഷമായി ഇവിടെ ഉണ്ടായിരുന്ന നിയമം ഒരു നിയമമല്ല, ഒരു നയം. ആ നയം സർക്കാർ മാറ്റി. 22-23 ആ നയം മാറ്റിയെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നലെ മുഖ്യമന്ത്രിയും ഇപ്പോൾ ശ്രീ സമ്പത്തും പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഒരു സർക്കാർ നയം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിരിക്കുന്ന നയമാണ്. ഇനി ഇതിൽ ഏതെങ്കിലും വിധത്തിൽ ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയതായിട്ട് നിങ്ങൾക്ക് ആരോപണം ഉണ്ടെങ്കിൽ ഈ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി, പ്രാഥമിക ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പണം വാങ്ങി അഴിമതി നടത്തി എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറച്ചു പറയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു സർക്കാർ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി അവരേതായാലും ലാഭം കിട്ടാൻ വേണ്ടി തന്നെ വരികയാണല്ലോ. അപ്പം അതിൻ്റെ പിറകിൽ കള്ളക്കളി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉന്നയിക്കണം. പക്ഷെ അത് ഉന്നയിക്കുമ്പം ഒരു മിനിമം കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ പറയാൻ വേണം. പ്രൊജക്റ്റിന് ലൈസൻസ് കൊടുത്താൽ ഉടനെ അതിന് അഴിമതി ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു മര്യാദകേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ വരാം ശ്രീ കെ ജി ജേക്കബ്. ഡോക്ടർ സമ്പത്ത്, താങ്കൾ നേരത്തെ അനിൽ ബോസ് പറഞ്ഞ കാര്യത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോൾ മനസ്സിലാകുന്നത് പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം. ഞാൻ വരാം. അടുത്ത അനിൽ ബോസ്, അടുത്ത റൗണ്ടിൽ താങ്കൾക്ക് ഞാൻ ഒരു നിശബ്ദമായി തന്നെ കുറച്ച് സമയം തരും. പക്ഷേ അതിനു മുമ്പ് ഡോക്ടർ സമ്പത്ത്, താങ്കളുടെ ഈ 2ാം റൗണ്ടിലെ തുടക്കത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് അനിൽ ബോസ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്കുള്ള മറുപടി എന്താണ്?
ഞാൻ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾക്കുള്ള മറുപടി എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർ ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി കൂടിയും അത് സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുമായി കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിലെ 2023-24 മദ്യനയത്തിൻ്റെ പോളിസിയുടെ പാരഗ്രാഫ് 24 ഇങ്ങനെയാണ് പറയുന്നത്: സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. ഇത് പറയുകയാണ്. 2022-23 മദ്യനയത്തിലെ പാരഗ്രാഫ് 22 ഇങ്ങനെ പറയുന്നുണ്ട്: നിലവിലുള്ള നിയമമനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രുവറി ലൈസൻസ് അനുവദിക്കും. ഇനി ലൈസൻസ് അനുവദിക്കുന്നതിന് ടെൻഡർ നടപടികൾ ഇല്ല എന്ന് ഈ പോളിസിയിൽ നിന്ന് വ്യക്തമാണ്. എന്താ കാര്യം എന്നറിയോ? ഇവിടെ ഒരു കാര്യത്തിൽ കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, 8 ബ്ലെൻഡിങ് യൂണിറ്റുകളുണ്ട്, 2 ബ്രുവറിയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ടെക്നിക്കൽ ടേംസാണ്, അവരുടേതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 10 ഡിസ്റ്റിലറികളിലെ 7 എണ്ണവും ആരംഭിച്ചത് കോൺഗ്രസ് കൂടി ഭാഗമായ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ്, UDF ഗവൺമെൻറ്. ബ്രുവറികൾ 2 എണ്ണം ആരംഭിച്ചതും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള അവരുകൂടി ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ബ്രുവറി 2 ആരംഭിച്ചത് ആ കാലത്താണ്. ഇതിലൊന്നും ടെൻഡർ വിളിച്ചിട്ടല്ല. UDF ഗവൺമെൻറ് കാലത്ത് ടെൻഡർ വിളിച്ചിട്ടല്ല. ഇവിടെ ഈ പറയുന്ന പോളിസിയിൽ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ടെൻഡറിൻ്റെ ആവശ്യമില്ല, ടെൻഡർ വിളിച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത്. സംരംഭകർ വരുന്നു. ഇതൊരു സംരംഭമാണ്. അതിന് മദ്യശാല എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ കോണ്ടംസ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഫാക്ടറികൾ, അത് വ്യവസായശാലകളാണ്. അതിനെ നമുക്ക് വേറെ ചില പേരുകൾ, അതൊരു എങ്ങനെ അതിനെ ഒരു പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അനിൽ ബോസ് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത്തരം കാര്യത്തിൻ്റെത്. ഇവിടെ ഈ കേരളത്തിന് പുറത്തു നിന്നുള്ള മദ്യക്കമ്പനികൾക്ക് കേരളത്തിനെ അത്തരത്തിൽ ചൂഷണം ചെയ്യുന്നതിനും കേരളത്തിന് ലഭ്യമാകേണ്ടുന്ന നികുതി വിഹിതം ലഭ്യമാകാതെയും തൊഴിൽ വിഹിതം അത് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത നിലയിലേക്കും ഇന്ത്യ ഗവൺമെൻറ്റിന് കുതിര കയറാനായും അങ്ങനെ ഈ ശ്വാസം മുട്ടിക്കാനുമുള്ള അവർക്കൊരു കൂട്ടുനിൽക്കുന്ന നിലയിലേക്കാണ് എങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഇവിടെ ഡൽഹി ഗവൺമെൻറ്റിൻ്റെ മദ്യ അഴിമതി കേസ് എന്നൊക്കെ നമ്മുടെ ചങ്ങാതി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയത്, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം. അല്ലേ? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ രാഷ്ട്രീയമാണ്, പ്യൂർലി പൊളിറ്റിക്സ്. 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ജയിലിൽ പിടിച്ചിട്ടുകൊണ്ട് കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ടിട്ട് പോലുമല്ല. അത് എങ്ങനെ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ചില പ്രത്യേകതകൾ, ആ പ്രത്യേകതകൾ BJPയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഭേദഗതി വരുത്തിക്കൊണ്ട് വന്നപ്പോൾ അപരിമിതമായ അധികാരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടിയപ്പോഴുള്ള അത്തരത്തിലുള്ള കാര്യത്തിൻ്റെ വന്ന. ഇപ്പോൾ ഇന്നലെ ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി അനുസരിച്ചാണെങ്കിൽ പൗരന്മാരെ നിങ്ങൾ അനാവശ്യമായി ഇത്തരത്തിൽ വേട്ടയാടുന്നത്, അവരെ ഹരാസ് ചെയ്യുന്നത് 1 ലക്ഷം രൂപ അത്ര ഹെഫ്റ്റി ഫൈൻ എന്ന് തന്നെ കോടതി പറയുകയുണ്ടായി. പക്ഷേ അന്നൊന്നും ഇങ്ങനെ വന്നില്ല. 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ജയിലിലിട്ടിട്ട് അടക്കമുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ഞാനത് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അത് ആ കാര്യത്തിൽ അനിൽ ബോസിനെ നന്നായിട്ട് അറിയാമല്ലോ ഈ കാര്യത്തെ സംബന്ധിച്ച്. ഇവിടെ ഒരു കാര്യം, ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ജലത്തെ സംബന്ധിച്ച് ജലം അനിവാര്യമാണ്, എല്ലാത്തിനും അനിവാര്യമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടെക്നോ പാർക്കുകളിൽ ഒന്ന് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുകയാണ്. അത് ടെക്നോ പാർക്ക് വളർന്ന് ഇപ്പോൾ ടെക്നോ സിറ്റി വരെയായി. അതിൻ്റെ 5ാം ഫേസിലേക്ക് പോയി. രാഷ്ട്രപതിയായിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദാണ് അതിൻ്റെ ഉദ്ഘാടനം തന്നെ നടത്തിയത്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധ്യക്ഷത വഹിച്ച സമയത്ത് ഒരു ദിവസം എത്ര ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുമെന്നാണ്? നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴ അനുസരിച്ച് സാധാരണഗതിയിൽ നമ്മുടെ ഭൂമിയിൽ തന്നെ, ഞാൻ ജലചൂഷണത്തിനൊന്നും അനുകൂലമായിട്ടോ അല്ലെങ്കിൽ കൊക്കോകോള കമ്പനിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ല പറയുന്നത്, ഒരു സാധാരണ നിലയിലുള്ള ഒരു നെൽവയൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ പെയ്യുമ്പോൾ മാത്രം അതിലേക്ക് സംഭരിച്ചു നിർത്തുന്നത്, അത് അങ്ങനെ സ്പോഞ്ച് പോലെ പിടിച്ചു നിർത്തുന്നത് 40,000 ലിറ്റർ മഴവെള്ളത്തിനപ്പുറമാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ മാത്രം വരുമ്പോൾ. ഇവിടെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റേത് കണക്ക് കൂടി ഒന്ന് പരിശോധിക്കണം. നമുക്ക് സമയച്ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പാലക്കാട് ജില്ലയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കുറവാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് ആ മഴയിൽ നിന്ന് ലഭിക്കുന്ന ലഭ്യത. അത് നമ്മുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്കും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കണക്ക് മാത്രമല്ല. ഇനി വേറൊന്നും, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പെട്രോളിയം കമ്പനികൾക്ക് എത്തനോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ പ്രവർത്തിക്കണമെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് കമ്പനി വന്നിരുന്നാലും ശരി തന്നെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് അവരുടേതായിട്ടുള്ള, അതുപോലെ ഒന്നിലേറെ മന്ത്രി കാര്യാലയങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അവരുടേതായിട്ടുള്ള അനുമതിയോടുകൂടിയേ ചെയ്യാനായി കഴിയൂ. അതും ഇവിടെ ഘടകമാണ്. ഇവിടെ ഈ കഞ്ചിക്കോട് കിൻഫ്രയിലേക്ക് നമ്മൾ ജലം കൊടുക്കുന്നുണ്ട്.
എല്ലാ വ്യവസായശാലകളിലേക്കും എല്ലാ വ്യവസായ പാർക്കുകളിലേക്കും അത്തരത്തിൽ നമ്മൾ നൽകുന്നുണ്ട്. ഇത് ഈ കഞ്ചിക്കോട് കിൻഫ്രയിലേക്ക് ഇപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് കിൻഫ്രയിലേക്കുള്ള ലൈനിന് അംഗീകാരം കൊടുത്തത് ആരായിരുന്നു അനിൽ ബോസേ? ആരായിരുന്നു? 2011-16 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതിൻ്റെ ഗവൺമെൻറ് ഓർഡർ നമ്പർ 90/2015 WRD ഡേറ്റഡ് 31/1/2015 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്തത് അല്ലേ? ഇപ്പോൾ ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ജലം അത്തരത്തിൽ ഈ കാര്യത്തിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും അതിനൊക്കെ ഉള്ള മറുപടി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആ പറഞ്ഞത് അവർക്ക് ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യം. അതല്ല ഇതെല്ലാം ഞങ്ങൾ ഇതിനെല്ലാം എതിരായി നിൽക്കുന്നു എന്നുള്ള നിലയിലാണ്. അങ്ങനെ എതിരായി തന്നെ അവർക്ക് നിൽക്കാം, കാര്യം അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത് രാഷ്ട്രീയമായി തന്നെ അവർ കണ്ടോട്ടെ. ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ LDF എന്നുള്ള നിലയിൽ ഞങ്ങൾ ജനങ്ങളോട് പറയാം. യെസ്, വരാം ഡോക്ടർ സമ്പത്ത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അപ്പോൾ അത് ജനങ്ങളോട് പറയുമ്പോൾ അത് ആര് പറയുന്നതാണ് ജനങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഈ കാര്യത്തിൽ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അതിലെ ഏത് ആംഗിളിൽ കൂടി നോക്കിയാലും ഈ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളത്, ഈ കാര്യത്തിൽ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ജനപക്ഷത്ത് നിന്ന് പോകേണ്ടതാണ് ആഗ്രഹമെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടി വരിക? ലാല, ഇവിടെ ഈ കമ്പനി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ഈ കമ്പനിയെ ഈ കരാർ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, ടെൻഡർ കൊടുത്തിട്ടില്ല, ടെൻഡർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കമ്പനിയാണ് വരുന്നത്, ആ കമ്പനിയാണ് ഇന്ത്യ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഡബിൾ റോൾ കളിക്കരുത്. ഒരു കാര്യം പറയുമ്പോൾ വ്യക്തതയോടുകൂടി പറയണം. ഈ ഒഹാസിസ് കമ്പനി അവിടെ പ്രവർത്തിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ, ആ വരുന്നതിന് വേണ്ടി അവർ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അവരെ പെർമിറ്റ് ചെയ്യാൻ ഗവൺമെൻറ് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. നിങ്ങളുടെ കീഴ്വഴക്കം എന്താ? CPMൻ്റെ കീഴ്വഴക്കം എന്താ? ഈ സർക്കാരിൻ്റെ മുൻ നടപടിക്രമങ്ങൾ ഉദാഹരണമായെടുത്താൽ ആഴക്കടൽ മത്സ്യബന്ധന കരാർ ഓർക്കുന്നുണ്ടല്ലോ. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് വിഷയം റേസ് ചെയ്തു. നിയമസഭയിൽ അകത്തും പുറത്തും ഞങ്ങൾ പ്രതിപക്ഷം റേസ് ചെയ്തു. എന്തായിരുന്നു നിങ്ങളുടെ സമീപനം? ഞങ്ങൾ അങ്ങനെ ഒരു കരാർ വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആണോ? അതിനുശേഷം ആ കമ്പനികളുടെ ആളുകളുമായി, പ്രതിനിധികളുമായി മന്ത്രി നിൽക്കുന്ന ഫോട്ടോ പുറത്തു വിട്ടു. അപ്പോഴും നിങ്ങൾ നിഷേധിച്ചു. മന്ത്രി പറഞ്ഞു ചെയ്തില്ല, മന്ത്രി അറിയാതെ ഉദ്യോഗസ്ഥൻ ചെയ്തതാണ് എന്ന് നിങ്ങൾ നിലപാടെടുത്തു. ഈ ചേർത്തലയിൽ ഫുഡ് പാർക്കിന് സ്ഥലം അടക്കം അനുവദിച്ചു കൊടുത്തു. ഒരു മന്ത്രി അറിയാതെ ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഓവർ റൂൾ ചെയ്തതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് നിഷേധിക്കേണ്ട പ്രോജക്റ്റാണെങ്കിൽ നിഷേധിക്കാതെ സ്ഥലം അനുവദിച്ചു കൊടുത്ത സർക്കാരാണിത്. അതിനുശേഷം വിവാദമുണ്ടായപ്പോൾ പറയുന്നത് മന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. കോടാനുകോടി രൂപയുടെ ക്രമക്കേട് നടന്ന ആഴക്കടൽ മത്സ്യബന്ധന കരാർ എന്ന ആക്ഷേപം കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അംഗീകരിക്കാതിരുന്നവർ പിന്നീട് ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ച് പോകുന്നത് കേരളം കണ്ടു. നിയമവിരുദ്ധമായി അഴിമതിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനൊരു കരാറിലേക്ക് പോയത്. അതിൻ്റെ തനിയാവർത്തനമാണ് ഈ ബ്രൂവറി ഇടപാടിൽ വരുന്നത് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ സർക്കാരിനെ അവിശ്വസിക്കുന്നത്, മുഖ്യമന്ത്രി അവിശ്വസിക്കുന്നത്. മന്ത്രി അറിയാത്ത, മുഖ്യമന്ത്രി അറിയാത്ത ഒരു പ്രോജക്റ്റിന്റെ പേരിൽ വേണ്ടേ? ആ തെളിവല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ആഴക്കടൽ മത്സ്യബന്ധന കരാറിന്റെ ഭാഗമായി ചേർത്തലയിൽ ഫുഡ് പാർക്കിന് സ്ഥലം അനുവദിച്ചു കൊടുത്തില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? അനുവദിച്ചു കൊടുത്തു എന്ന് ഞാൻ പറയുന്നു. തർക്കമുണ്ടോ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ നമുക്കറിയാം. ഇപ്പോ ഈ കാര്യത്തിൽ അതിൽ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആഴക്കടലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അന്ന് പറയാനും ഇപ്പൊ ഇവിടെ എന്തുണ്ട്? അഴിമതി എന്ന് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ലാൽ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കാം. എന്നെ കിട്ടത്തില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കേൾക്കാൻ നിങ്ങൾക്ക് തള്ളിക്കളയാൻ അവകാശമുണ്ട്. ജേക്കബ് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല, സമ്പത്ത് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. ഞാൻ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അത് പറയണമെന്ന് ചോദിക്കുന്നത്? ഞാനാ തീരുമാനിക്കുന്നത് എന്താ പറയേണ്ടതെന്ന്, നിങ്ങളല്ല.
കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ തീരുമാനിക്കും. ഞാൻ എന്ത് താങ്കൾ പറയണമെന്ന്. പറഞ്ഞോളൂ. ശ്രീ ജേക്കബ് പറഞ്ഞപ്പോ താങ്കൾക്കും മിണ്ടാട്ടമില്ലായിരുന്നു, താങ്കളൊന്നും പറയുന്നില്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, കണ്ടിട്ടുള്ളത് കൊണ്ട് അതിന്റെ തനിയാവർത്തനം ബ്രൂവറി ഇടപാടിൽ ഈ ചിലപ്പള്ളിയിൽ ഉണ്ടാകാൻ പോകുന്നു, ഇലപ്പള്ളി പഞ്ചായത്തിൽ ഉണ്ടാകാൻ പോകുന്നു. മനസ്സിലായില്ലേ? ഞാൻ അതിനാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ നടത്തിയിട്ടുള്ള ഒരു ഇടപാടിൽ നടത്താൻ പോകുന്നത്. അല്ലല്ല, സമ്പത്ത് എന്താ പറഞ്ഞ ഈ ചർച്ചയിൽ? പ്ലാച്ചിമടയൊന്നും പിൻവലിച്ചിട്ടില്ല. ജേക്കബ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി, ഇടതുപക്ഷ സഹയാത്രികരായി ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവിടെ ജലദൗർല ഇത് കേൾക്കൂലാലെ. ലാലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനൊന്നുമല്ല. മുതിർന്ന മാധ്യമ പ്രവർത്തകനപ്പുറം അദ്ദേഹം ഇടത് സഹയാത്രികനാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി നാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതിന് തർക്കം എന്താ? എന്തിനാ മറച്ചു വെച്ച് സംസാരിക്കുന്നത്? സ്വന്തം രാഷ്ട്രീയം എന്തിനാ മറച്ചു വെച്ച് സംസാരിക്കുന്നത്? അല്ല, ഞാൻ കുഴപ്പം പറഞ്ഞില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെയോ അദ്ദേഹത്തിന്റെ പൊസിഷനെയോ ഞാൻ ഡിസോൺ ചെയ്യുന്നില്ല. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്ക് ആ കാര്യം തർക്കമില്ല. പക്ഷെ നിലപാട് പറയുമ്പോൾ വളരെ ക്ലാരിറ്റി വേണം. ജലദൗർലഭ്യം ഞാൻ പറഞ്ഞല്ലോ, പ്ലാച്ചിമടയിൽ 5 ലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം വേണമായിരുന്നു. ആ വെള്ളം അവിടെ ആ കമ്പനിക്ക് വേണ്ടി എടുത്ത വഴിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായി. ഉള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ അദ്ദേഹം പറഞ്ഞത് പ്രപ്പോസൽ അങ്ങനെയല്ല, സർക്കാർ അത് അനുവദിച്ചിട്ടില്ല. പ്ലാച്ചിമട ഉണ്ടാക്കിയ കാലത്തുള്ള കാര്യവുമല്ല. ഈ കാലഘട്ടത്തിലെ വ്യവസായ നയത്തിൽ വ്യത്യാസമുണ്ട്, മദ്യനയത്തിൽ വ്യത്യാസമുണ്ട്. താങ്കൾ അത് കേട്ടില്ലേ? താങ്കൾ എന്താണ് ഈ ചർച്ച നയിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കണ്ട. സമ്പത്ത് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? സമ്പത്ത് പറഞ്ഞത് താങ്കൾ കേട്ടോ? സമ്പത്ത് പറഞ്ഞത് താങ്കൾ കേട്ടോ? എന്താണ് താങ്കൾ സമ്പത്ത് പറഞ്ഞ 1-2 പോയിന്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. പറഞ്ഞോളൂ. സമ്പത്ത് പറഞ്ഞു കേട്ടോ, മദ്യനയത്തിൽ മാറ്റം വന്നു. ടെൻഡറിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കമ്പനി ആരാണ് വരുന്നതെന്നും എങ്ങനെയാണ് വരുന്നതെന്നും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. ആ കമ്പനിയുടെ വരവിലും അതിൻ്റെ ഇടപെടലുകളിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. മാത്രമല്ല, അത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. നിങ്ങൾക്ക് നിയമപരമായി തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. അല്ല, അത് ഞങ്ങളെ സൗകര്യം പോലെ ചെയ്തോളാം. അതിന് ലാലിൻ്റെയോ CPM-ൻ്റെയോ ചീട്ടൊന്നും വേണ്ട. ഞങ്ങൾ കോടതിയിൽ പോകണോ സമരം ചെയ്യണോ അത് ഞങ്ങൾ ചെയ്തോളാം. അതിന് നിങ്ങളുടെ ചീട്ടൊന്നും വേണ്ട. അതെന്താ, കോടതിയിൽ പോയാൽ നിയമപരമായി നിലനിൽക്കില്ലേ? നിങ്ങൾ തോറ്റുപോകുമോ? പേടിയുണ്ടോ? കോടതിയിൽ പോകാൻ പേടിയുണ്ടോ സാർ? വേണ്ട. കോടതിയിൽ പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ടല്ലോ. ആഴക്കടൽ മത്സ്യബന്ധന കരാർ ആരാ ചുരുട്ടി ഭരണക്ക് വെച്ചത്? ചുരുട്ടി ഭരണത്ത് വെച്ചത് ആരാന്നേ? ആരാ? അല്ല, ആ ധൈര്യമൊന്നും ഇപ്പൊ കാണുന്നില്ല. ഡിസ്റ്ററി കൊണ്ടുവന്നായിരുന്നല്ലോ. അല്ല, ഞാൻ ചോദിച്ചാൽ ഇതിനു മുമ്പ് ഇതേ സർക്കാർ, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബ്രൂവറി കൊണ്ടുവരാൻ ശ്രമിച്ചായിരുന്നല്ലോ. എന്തേ കൊണ്ടുവന്നില്ലെന്നേ? ഇതിനു മുമ്പ് ഈ മരുന്ന് നിങ്ങൾ വേറെ കുപ്പിയിൽ നിറച്ചായിരുന്നല്ലോ. നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞോ? ബ്രൂവറി പദ്ധതി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഈ സർക്കാർ, പിണറായി വിജയൻ മുഖ്യമന്ത്രി, ഇത് സർക്കാരിന്റെ ഒരു കമ്പനിയല്ല, സർക്കാരിന്റെ ഒരു പ്രോജക്റ്റുമല്ല. സർക്കാരിന്റെ മുമ്പിൽ വന്നൊരു പ്രപ്പോസൽ ഇപ്പോൾ ഇവിടെ താൽക്കാലിക അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിഷയമാണെങ്കിൽ അതിന് ജനങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങൾ പോരാടും. അതിന് തർക്കമൊന്നും വേണ്ട. അത് നിയമപരമായി പോരാടേണ്ടടുത്ത് നിയമപരമായി പോരാടും, സമരം വേണ്ടടുത്ത് സമരം ചെയ്യും. ഒരു തർക്കവും വേണ്ട ആ കാര്യം. ശരി, ശ്രീ KJ ജേക്കബ്, ഒരു ക്ലാരിറ്റി താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു ക്ലാരിറ്റി താങ്കൾക്ക് കാണാനായിട്ടുണ്ടോ? നമുക്കൊരു 3-4 മിനിറ്റിൽ ഒരു ഇടവേളയിലേക്ക് പോകണം, അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തോട് എൻ്റെ ബഹുമാനം. ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെടാതിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബഷീർ പറയുമ്പം ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ശരി. അനിൽ ബോസ് സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ശ്രീ അനിൽ ബോസിനോട് വീണ്ടും എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയില്ല എന്ന് വീണ്ടും പറയേണ്ടി വരുന്നു. അത് പൊളിറ്റിക്കലായിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത്. ജേക്കബ് സാർ, ഒരു സെക്കൻഡ്. നിങ്ങളോട് തർക്കിക്കാനല്ല, ഒറ്റ സെക്കൻഡ്. ജേക്കബ് സാർ, ഒറ്റ സെക്കൻഡ്. അങ്ങ് സംസാരിച്ച ഒരു സന്ദർഭത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല. സമ്പത്ത് സംസാരിച്ചപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല. ഈ ഞാൻ സംസാരിച്ചപ്പോൾ മാത്രമാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്റെ സ്റ്റാൻഡ് പറയുന്നു.
അത് അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ഒരിക്കൽ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ എതിർത്തുകൊണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം നിങ്ങൾ ഇടപെട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴക്കടൽ, അദ്ദേഹം തന്നെ പറഞ്ഞ ആ വാക്കുകളുണ്ട്, ഇത് വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ. ആഴക്കടൽ മത്സ്യബന്ധന കരാർ അതൊരു പ്രശ്നമാണ്. കാരണം കരാർ എന്ന് പറയുന്നത് ഒരു സർക്കാർ ഒരു കരാർ ഉണ്ടാക്കുന്നത് നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ട പൊതുവായ നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ മലയാളം, അത് നമ്മൾ വിഭവങ്ങൾ അത് പങ്കുവെക്കുന്നത് സർക്കാരുകൾ പ്രൈവറ്റ് കമ്പനി ആയിട്ടാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കരാർ വെക്കണം. ഇപ്പം മലമ്പുഴയിൽ നിന്ന് വെള്ളം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ടൊരു കരാറുണ്ടാക്കിയേ പറ്റൂ. അതേസമയം നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് കരാറിൻ്റെ ആവശ്യമില്ല. അതിന് ലൈസൻസിങ് ആയിട്ടുള്ള പണ്ട് കാലത്ത് അതിഭീകരമായ ലൈസൻസിങ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു എക്സൈസുമായി ബന്ധപ്പെട്ട ലിക്കർ പ്രൊഡക്ഷൻ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഇപ്പോഴും വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതിന് ലൈസൻസ് ആണുള്ളത്, അതിന് കരാറല്ല. അത് സർക്കാരിൻ്റെ പോളിസി അനുസരിച്ച് ഒരാൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമപരമാണോ എന്ന് നോക്കി അതിന് ലൈസൻസ് കൊടുക്കുന്ന ഒരു നയമാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുവന്നത്. 91 നമ്മൾ ഇതെല്ലാം നിങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്ത് 91 നമ്മൾ ഈ ലൈസൻസ് രാജ്യം എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കി അത് ഏറ്റവും ലഘൂകരിച്ച്. ഇപ്പം നിങ്ങൾക്ക് അനിൽദാസിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം, 2 തരം ബൈക്കേ ആകെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ബുള്ളറ്റ് ഒരു ജാവയും. അത് കഴിഞ്ഞിട്ടാണ് സർക്കാർ തീരുമാനിക്കും എത്ര ബുള്ളറ്റ് ഉണ്ടാക്കണം, എത്ര ജാവ ഉണ്ടാക്കണം എന്നുള്ളത്. അതിൻ്റെ അകത്തു നിന്ന് മാറി ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാനുഫാക്ചർ നടത്താം എന്നുള്ള സർക്കാരിൻ്റെ നിയമത്തിനനുസരിച്ച് എന്നുള്ളൊരു പോളിസി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന കോൺഗ്രസ്സുകാരാണ് 91. അതാണ് നിങ്ങൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ പോളിസിയുടെ ഭാഗം എന്നുള്ളത് ഒരു വ്യവസായം തുടങ്ങുന്ന ഒരാൾ വന്നാൽ അത് നിലവിലുള്ള നിയമത്തിൻ്റെ ചട്ടത്തിനനുസരിച്ചാണ് എങ്കിൽ അവർക്ക് അനുമതി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്തെത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളൊരു അപേക്ഷ ഓൺലൈനായിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ വന്നിട്ടില്ല എങ്കിൽ ഡീംഡ് ടു ബി ക്ലിയർഡ്. അതാണ് നിങ്ങളൊരു ചെറുകിട വ്യവസായം, അതിന് കൃത്യമായ ചട്ടങ്ങളുണ്ട്. അത് പണ്ടായിരുന്നെങ്കിൽ ഈ ലൈസൻസ് മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആദ്യത്തെ ചക്രം കറക്കാൻ പറ്റൂ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു, നിങ്ങൾക്ക് ഡീം ടു ബി ലൈസൻസ് ആണ്. ആഴക്കടൽ മത്സ്യബന്ധന കരാറും ഈ ലൈസൻസും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. അവിടെ സംസ്ഥാന സർക്കാരിന് എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ട ചില വിഭവങ്ങൾ പങ്കുവെക്കുന്നത് കേസാണ്. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. ഇതല്ല. ഇത് സാധാരണ പോലെ ഒരു കമ്പനി, ഒരു നിർമ്മാണ സ്ഥാപനം കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ അവർ സർക്കാരിൻ്റെ നയത്തിനും ചട്ടത്തിനും നിയമങ്ങൾക്കും അനുസരിച്ച് അവർ ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് ടെൻഡറിൻ്റെ ആവശ്യമേ ഇല്ല. രണ്ടാമത് ശ്രീ കെ ജെ ജേക്കബ്, താങ്കൾക്ക് അത് പൂർത്തിയാക്കാം. ഞാനിത് ഇത്ര പറഞ്ഞ് നിർത്തുകയാണ്. അതിൻ്റെ അകത്ത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ലൈസൻസിങ് പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാനിപ്പോഴും പറയുന്നു, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനം ഉണ്ടെങ്കിൽ, നിയമലംഘനം ഉണ്ടെങ്കിൽ, ഇതെല്ലാം നിയമവും ചട്ടവും ഒക്കെ ലംഘിച്ചിട്ടും അതല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ വേറെ എവിടെയെങ്കിലും പോയി മന്ത്രിയും ബന്ധപ്പെട്ട പാർട്ടി നേതാക്കന്മാരും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഒരു സംശയത്തിന് ലാഞ്ചനയമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് പറയണമെന്ന് തന്നെ ഞാൻ പറയും. അതല്ലാതെ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം മുമ്പോട്ട് വെക്കാതെ നിങ്ങൾ ഇതിന് സമരത്തിന് വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാകുക എന്നുള്ളത് ഒരു രാഷ്ട്രീയം എനിക്കും കൃത്യമായിട്ടുണ്ട്, അതില്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കേരളത്തിലെ UDFന്റെ സമരം ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ കണ്ടില്ല. സത്യത്തിൽ ആ വനം ഭേദഗതി നിയമം ബോർഡിലൊക്കെ ഉണ്ടായപ്പോൾ UDF സമരം ചെയ്യുന്ന ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിച്ചാണ്. നിങ്ങളെ കണ്ടില്ല. സർക്കാർ പിൻവലിച്ചുകൊണ്ട് പോയി. ഇപ്പം നിങ്ങൾ തല്ലുമടിക്കാൻ വേണ്ടി വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സമരം ചെയ്യാതിരിക്കുകയും ഇതുപോലത്തെ നിഴൽ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നത് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ മുമ്പോട്ട് വരിക. അതല്ല എങ്കിൽ സർക്കാർ ഭരിക്കട്ടെ, ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ, സർക്കാർ ഭരിക്കട്ടെ, പ്രോജക്റ്റുകൾ വരട്ടെ, മനുഷ്യർക്ക് പണി കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. ശരി, അടുത്ത അനിൽബോസ്, അവസാനത്തെ ഒരു 1-1.25 മിനിറ്റാണ്. അല്ല, ഈ ശ്രീ കെ ജെ ജേക്കബ് പറയുന്നത് കേട്ടാൽ ആ കരാർ എന്താണ്, ലൈസൻസ് എന്താണ്, ഇതൊന്നും അറിയാത്ത, ടെൻഡർ എന്താണ് എന്നൊന്നും അറിയാത്ത ആളാണ് ഞാനും
UDF വന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുപ്പ് കേട്ടിട്ട്. ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹത്തിന് മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമാണ്. കരാർ എന്താണ്, ലൈസൻസ് എന്താണെന്നുള്ള ഡിസ്പ്യൂട്ടല്ല ഇവിടെ ഒരു സർക്കാർ ഒരു കരാറിലേക്ക് പോയിട്ടും സംസ്ഥാനത്തെ ആ വകുപ്പ് മന്ത്രിയും സർക്കാരും വളരെ കൃത്യമായി അങ്ങനെ ഒരു കരാറില്ല എന്ന് നിലപാടെടുക്കുകയും പ്രതിപക്ഷം ആ വിഷയം കൃത്യമായി ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അവസാനം തെളിവ് സഹിതം രേഖകൾ പുറത്തുവിട്ടപ്പോൾ അത് അംഗീകരിക്കേണ്ടി വന്ന സർക്കാരാണിത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, ഒളിച്ചും പാതുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ ഇപ്പോൾ ഇത് ഞങ്ങൾ ടെൻഡർ കൊടുത്തില്ലല്ലോ, ഞങ്ങൾ ലൈസൻസ് കൊടുത്തില്ലല്ലോ, ഞങ്ങൾ ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യമാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇവിടുത്തെ പ്രശ്നം മദ്യശാല തുടങ്ങുന്നതോ അല്ലെങ്കിൽ ബ്രൂവറി ഡിസ്റ്റിലറി തുടങ്ങുന്നതോ ഒന്നും അല്ല ഇവിടുത്തെ ഞങ്ങളുടെ തർക്ക വിഷയം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡ് സർക്കാരിൻ്റെ സ്ഥാപനമാണ്. ആ സ്ഥാപനം കൃത്യമായി നടത്തിക്കൊണ്ട് പോയാൽ അവിടെ തൊഴിലവസരങ്ങളുണ്ടാവും, വരുമാനം ഉണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? 1. 2, പ്ലാച്ചിമട ഇവിടെ പ്രതിപാദിക്കാൻ കാരണം അന്ന് കുടിവെള്ള പ്രശ്നമുണ്ടാവുകയും ശുദ്ധജലം കിട്ടാതെ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം അവിടെ രാസപ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ 216 കോടി രൂപ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ആ കമ്പനിയെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടെങ്കിൽ അത് ഇതുവരെ കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അന്നത്തെ ആ കമ്പനിക്ക് 5 ലക്ഷം ലിറ്റർ പ്രതിദിനം വേണം. അങ്ങനെ ഒരു ഭയാശങ്ക നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് മടിയില്ല. അത് രേഖകൾ സഹിതം ഞങ്ങൾ ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യും. ശരി, ഡോക്ടർ സമ്പത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നിയമപരമായി നടത്തേണ്ട രീതിയിൽ നടത്തേണ്ട പോരാട്ടം, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തേണ്ട പൊതു മുന്നേറ്റങ്ങൾ, അതടക്കം ആശങ്ക വേണ്ട. ഞങ്ങൾക്ക് ഏതൊക്കെ സമയത്ത് സമരം ചെയ്യണം, എങ്ങനെ സമരം ചെയ്യണം എന്ന് CPM ക്ലാസ് എടുത്തിട്ടല്ല കോൺഗ്രസോ UDF സമരം ചെയ്യുന്നത്. ഇപ്പോൾ അനിൽ ബോസ് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സൗഹാർദ്ദവും ആ വ്യക്തിബന്ധവും എല്ലാം സൂക്ഷിച്ചുകൊണ്ട് തന്നെ പറയും. നമ്മൾ ഇതുപോലെയുള്ള ചർച്ചയിൽ വന്നിരുന്നപ്പോഴത്തേക്ക് 99 സീറ്റുകൾ ലോക്സഭയിൽ കിട്ടിയൊരു പാർട്ടി പ്രധാനമന്ത്രിയെ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മൾ പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നു, അത് നിങ്ങൾ നോക്കിക്കോ മണിക്കൂറുകൾക്കുള്ളിൽ എന്നടക്കം പറയുന്നതിനുള്ള അപാരമായ ധൈര്യം കാട്ടിയിട്ടുള്ള നേതാക്കളുണ്ട്. ഓർമ്മയുണ്ടല്ലോ അങ്ങനെ പറഞ്ഞതല്ല. 543 MPമാരുള്ള ലോക്സഭയിൽ 99 MPമാരെയും വെച്ചുകൊണ്ട് ആ വിധത്തിൽ അങ്ങനെ നമ്മൾ ഗവൺമെൻറ് അല്ല, ഞാനറിഞ്ഞ തൊപ്പിക്ക് തല കൊണ്ട് വെക്കുന്നുവെങ്കിൽ വെച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞില്ല ഇക്കാര്യത്തിൽ. ഇവിടെ ഇക്കാര്യത്തിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഉത്തരേന്ത്യയിലെ, അത് ജാർഖണ്ഡിലെ, ഛത്തീസ്ഗഡിലെ, മഹാരാഷ്ട്രയിലെ, കർണാടകയിലെ, മധ്യപ്രദേശിലെ, പഞ്ചാബിലെ അടക്കമുള്ള ആ മദ്യനിർമ്മാണ കമ്പനികൾക്ക് കേരളത്തിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പണം അങ്ങനെ അവരുടെ കൈവശത്തിലേക്ക് കീശയിലേക്ക് എത്തണം. 1. 2, കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള നികുതി വിഹിതം കേരളത്തിന് ലഭ്യമല്ലാതാക്കണം. 2, ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വ്യവസായ സംരംഭവും വരരുത് എന്നുള്ളതാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെ എതിർക്കുന്ന കാര്യത്തിൽ പണ്ട് റോഡ് നിറഞ്ഞ് കവിഞ്ഞ് ഓടുന്നതായിട്ടുള്ള വലിയ ബുള്ളറ്റ് ടാങ്കറുകളുടെ ഉടമകൾക്കും അവരുടെ വലിയ കമ്പനികൾക്കുമെല്ലാം ആ സമരത്തിനെ സ്പോൺസർ ചെയ്യുന്നതിന്റെ പിന്നിലുണ്ടായിരുന്ന താല്പര്യം പോലെ ഇന്ന് ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള പുതിയ ഏതെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള തീവണ്ടി സർവീസ് വരുന്നതിന് കേരളത്തിലെ വലിയ ഈ ട്രാൻസ്പോർട്ടിംഗ് ഏജൻസികൾ, ഇങ്ങനെ ഈ സ്വകാര്യ ട്രാൻസ്പോർട്ട് വണ്ടികൾ ഓടുന്നതുണ്ടല്ലോ, അവരുടേതായിട്ടുള്ള ദീർഘദൂര സർവീസുകൾ, ആ ലോബി വർഷങ്ങളായി എതിർക്കുന്നത് പോലെ ഇക്കാര്യത്തിൽ കേരളത്തിന് പുറത്തുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ മെഗാഫോണായി തന്നെ അത്തരത്തിൽ കോൺഗ്രസും UDFൻ്റെയും നേതാക്കൾ അങ്ങനെ പ്രസംഗിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിലെനിക്ക് ഒരു അത്ഭുതവും ഇല്ല. യെസ്, അതാണ് ഈ കാര്യത്തിലൊരു വ്യക്തത ഇപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ നിലപാടിൽ വരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കാര്യങ്ങൾ പറയുന്നവരൊക്കെ ഇടതുപക്ഷമോ മറ്റുള്ള എതിരാളികളോ ഒക്കെ ആയി മാറ്റുക എന്നതിനപ്പുറം ഇപ്പോഴും കൃത്യമായി തെളിവ് നിരത്താൻ ഈ സ്പിരിറ്റ് നിർമ്മാണശാലയെ സംബന്ധിച്ച് പറയുന്ന നിലപാടുകളിൽ പ്രതിപക്ഷത്തിനാകുന്നുണ്ടോ? അതുതന്നെയാണ് ജനം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം വരുമ്പോൾ ആ വ്യവസായത്തെ നാടിന് ഗുണമുള്ളതാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാകുക എന്ന ജനമനസ്സിനൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം ഇനിയും തയ്യാറാകേണ്ടതുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, KJ ജേക്കബ്. ന്യൂസ് അവസാനിക്കുന്നു.